ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനെന്ന് ദൈവം തന്നെ സാക്ഷീകരിക്കുന്ന ഭക്തനായൊരു മനുഷ്യൻ ദാവീദ്. വലിയ ദൈവിക നിയോഗങ്ങൾ, ദൈവിക പദ്ധതികൾ, ദൈവിക വാഗ്ദത്തങ്ങൾ തൻ്റെ മേൽ വീണ ശേഷം താൻ കടന്നു പോകേണ്ടി വന്ന കാലഘട്ടങ്ങൾ വളരെ കഠിനമായിരുന്നു. 34 സങ്കീർത്തനം താൻ എഴുതുമ്പോൾ ദാവീദ് അബീമേലെക്കിന്റെ മുമ്പിൽ വെച്ച് ബുദ്ധിഭ്രമം നടിക്കുകയും അവിടെ നിന്ന് അവനെ ആട്ടിക്കളയുകയും ചെയ്തിട്ട് അവൻ പോകുമ്പോൾ പാടിയ ഒരു സങ്കീർത്തനം എന്ന തലക്കെട്ടിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ആക്സെപ്റ്റ് ചെയ്യുന്നിടത്ത് മാത്രമല്ല, ആട്ടിക്കളയുന്നിടത്ത് പോലും ഹൃദയത്തിൽ നിന്ന് ദൈവത്തിന് പാടാൻ, സ്തുതിക്കാൻ, നന്ദി പറയാൻ കഴിയുന്ന ഒരു വർഷിപ്പറിന്റെ ഹൃദയം ദാവീദിന്റെ അകത്ത് ഉണ്ടായിരുന്നു. 34 സങ്കീർത്തനത്തിലെ നമ്മുടെ ഹൃദയങ്ങളെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു വാക്കുണ്ട്: അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ദാവീദ് ഈ വാക്കുകൾ പാടി നടക്കുന്ന തന്റെ സാഹചര്യം എന്തെന്നറിയാമോ? ആകീശിന്റെ മുമ്പിൽ ചെന്ന് പെട്ടിട്ട് ഭയപ്പെട്ട് തന്റെ ജീവിതത്തിൽ താൻ ആകെ പതറിപ്പോയൊരു നിമിഷം, താൻ അവിടെ വെച്ച് താൻ ബുദ്ധിഭ്രമം നടിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, വാതിലിന്റെ കതകുകളിൽ വരയ്ക്കുന്ന ഒരു സാഹചര്യം, തന്റെ താടിമേൽ തുപ്പൽ ഒലിപ്പിച്ചുകൊണ്ട് ഒരു ഭ്രാന്തനെ പോലെ തന്റെ മുമ്പിൽ, ആ ആകീഷ് രാജാവിന്റെ മുമ്പിൽ ദാവീദ് നിൽക്കുകയാണ്. ദാവീദ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ദാവീദിന്റെ മുഖം വല്ലാതെ നിന്ദിക്കപ്പെടുന്ന പോലെ നമുക്ക് തോന്നാം. തന്റെ മുഖം വളരെ അപമാനിതനാവുന്നത് പോലെ നമുക്ക് തോന്നാം. ആ സാഹചര്യത്തിൽ തന്റെ താടിമേൽ തുപ്പലും ഒലിപ്പിച്ച് തന്റെ മുഖം മുഴുവനും നിന്ദിതനായി താൻ നിൽക്കുമ്പോൾ തന്റെ അകത്ത് താൻ പാടിയ ഒരു പാട്ടുണ്ട്: ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് നിന്ദിതനാണെന്ന് എനിക്ക് തോന്നിയാലും, എന്റെ സാഹചര്യങ്ങൾ ഞാൻ അഭിമാനിതനാണെന്ന് എന്നോട് പറഞ്ഞാലും, ഈ സാഹചര്യത്തിനകത്തും ഞാൻ എൻ്റെ ദൈവത്തിങ്കിലേക്ക് നോക്കുകയാണ്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. എന്നെ ലജ്ജിപ്പിക്കാത്ത ഒരു മുഖമുണ്ട്. ഞാൻ നോക്കുമ്പോഴൊക്കെ എന്നെ പ്രകാശിപ്പിക്കുന്ന ഒരു മുഖമുണ്ട്. കണ്ണ് തുറക്കുമ്പോൾ തനിക്ക് കാണാൻ കഴിയുന്നത് ആകീഷിന്റെ മുഖമായിരിക്കാം. താൻ തന്റെ മുഖം കണ്ണാടിയിലേക്ക് നോക്കിയാൽ തുപ്പലുകൾ ഒലിപ്പിച്ച് നിന്ദിതനായി നിൽക്കുന്ന ഒരു വ്യക്തിയുടെ മുഖമായിരിക്കാം. താൻ എപ്പോ ദൈവത്തിങ്കിലേക്ക് നോക്കിയോ, താൻ പാടിയ പാട്ടാണ്: അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഈ ഉറപ്പിന്റെ പ്രഖ്യാപനങ്ങളാണ് ദാവീദിന്റെ ജീവിതയാത്രയിൽ പല കാലഘട്ടങ്ങളെയും മറികടക്കുമാറാക്കിയത്. വിശ്വാസത്തോടെ താൻ പറയുന്ന വാക്കുകൾ പിന്നീട് താൻ അനുഭവിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മുടെ സാഹചര്യങ്ങൾ ഏതവസ്ഥയിലാവട്ടെ, അതിനകത്ത് ദൈവത്തെ ട്രസ്റ്റ് ചെയ്യാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പൂർണ്ണമായി ദൈവത്തിൽ ആശ്രയിക്കാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. നമ്മുടെ വാക്കുകൾ ദൈവാശ്രയത്തിൻ്റെതാവട്ടെ, നമ്മുടെ വാക്കുകൾ ദൈവത്തിലുള്ള ഉറപ്പിൻ്റെതാവട്ടെ. ആ ദൈവത്തിന്റെ കരം നമ്മുടെ കൂടെയുണ്ട്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0980221957 എന്ന നമ്പർ ഉപയോഗിക്കുക. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0980221957 എന്ന നമ്പർ ഉപയോഗിക്കുക.